ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ വറ്റി വരണ്ടു പോയ അനുഭവങ്ങൾ കടന്നു വരാറുണ്ട്. പ്രാർത്ഥനയുണ്ട്, പരിശ്രമമുണ്ട്, എങ്കിലും ഒരു ഫലവും കാണുന്നില്ല. ഇന്ന് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം എന്നോടും നിങ്ങളോടും പറയുകയാണ്. 1 സങ്കീർത്തനം 3 വാക്യം, നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ ഫലസമൃദ്ധമായിട്ടുള്ള ഒരു വൃക്ഷമായിട്ടാണ് എന്നെയും നിങ്ങളെയും ദൈവമായ കർത്താവ് നട്ടതും വളർത്തി വലുതാക്കുന്നതും. ഈ വൃക്ഷം നീർച്ചാലിനരികെ നട്ട ഈ വൃക്ഷത്തെ ഒരു ചൂടിനോ ഒരു വരൾച്ചയോ ഒരു തണുപ്പിനോ ഒരു മഴയോ തകർക്കാൻ അനുവദിക്കില്ല. കാരണം അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു. ദൈവമക്കളെ, ഈ ജലധാര ദൈവത്തിൻ്റെ വചനമാണ്, പ്രാർത്ഥനയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നാം ദൈവത്തിൽ വേരുറച്ചാൽ ജീവിതത്തിൽ ഒരു പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ പ്രലോഭനങ്ങളോ പ്രതിസന്ധികളോ കാത്തിരിപ്പോ വേദനകളോ രോഗങ്ങളോ ബാധ്യതകളോ നമ്മെ തകർക്കുവാൻ ദൈവമായ കർത്താവ് അനുവദിക്കില്ല. പുറമെ ഒരുപക്ഷെ ഒന്നും കാണുന്നില്ലായിരിക്കാം, പക്ഷെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ്. ഇന്ന് ഞാനും നിങ്ങളും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ എവിടെയാണ് നട്ടിരിക്കുന്നത്? ലോകത്തിൻ്റെ അനിശ്ചിതത്തിലോ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലോ? യേശുവിനോടൊപ്പം നമുക്ക് നിലകൊള്ളാം. തക്ക സമയത്ത് അവിടുന്ന് നമുക്കായി വാദിക്കും.